അങ്ങനെ ഇസ്രായേൽ ഇറാനും അമേരിക്കയായിട്ടുള്ള പ്രശ്നം 12 ദിനം ഒരു യുദ്ധം കഴിഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇസ്രായേൽ അവരെ സർവ്വശക്തി എടുത്ത് ഇറാനെ തീർക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവർ നിരന്തരമായിട്ട് ബോംബിങ് ആയിരുന്നു. ആ സമയത്ത് വലിയ രാജാവിൻ്റെ മാതിരി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കയറിയിരുന്നിട്ട് അവനെ തല്ലും കൊല്ലും തിന്നുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു വീരസാഹസ്യങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഇസ്രായേൽ അവസാന ഫിനിഷിങ് വെടിക്കെട്ട് നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടക്കുമ്പോഴേക്കും ട്രംപ് അവിടെ നിന്ന് അവരെ തല്ലരുത് കൊല്ലരുത്, അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ തന്തയ്ക്കും തലയ്ക്കും വിളിച്ചിട്ട് അവരെ യുദ്ധം നിർത്തിച്ചു. ഇപ്പോൾ വീണ്ടും ഈ യുദ്ധം തുടങ്ങാനായിട്ടുള്ള ഒരു കോപ്പ് കൂട്ടലാണ് അമേരിക്ക അവിടെ കൊടുന്നിട്ട് സകല അവരെ ഷിപ്പുകളൊക്കെ കൊടുന്നിട്ടിട്ട് ഇപ്പം തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണത്. അമേരിക്ക കള്ളന്മാരാണ്. അവർ ഇസ്രായേലിനും പറ്റിക്കും ഇറാനും പറ്റിക്കും. എന്നിട്ട് ഇറാനെ യുദ്ധം ചെയ്തിട്ടൊന്നല്ല തോൽപ്പിക്കുക, ഇറാനെ മിണുങ്ങുക ചെയ്യുക. അങ്ങനെ മിഴുങ്ങി അവരെ തൊണ്ടയിലേക്കാക്കും. ഈ വലിയ മത്സ്യം ചെറിയ മത്സ്യത്തിന് വിഴുങ്ങണുണ്ടല്ലേ, അതേമാതിരി വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ കൂടെ ഇസ്രായേലിന് 4 ബോംബിടാൻ പറ്റിങ്ങ ഇടാം, പഴയ ഗുണ്ടര പണി. അത് നോക്കിയിട്ടാണ് ഇസ്രായേൽ ഇരിക്കുന്നത്. ഇറാനാണെങ്കിലോ അവർക്ക് ഏവറേജ് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗോമിനി പറഞ്ഞു അമേരിക്കയ്ക്കും വരണം ഇസ്രായേലിനും വരണം. ഇപ്പം അങ്ങനെയല്ല പറയണത്, എന്ത് വേണേലും തരാം. നിങ്ങൾ നമ്മളായിട്ടൊരു ഡീല് വെക്കുകയാണെങ്കിൽ സാങ്ഷൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് തടി തപ്പി. ഇപ്പോൾ ആ ഷിയ വിഭാഗത്തിൻ്റെ എന്താ പറയുക, അവരെ പഴയ ആ ഒരു എന്താ പറയുക വിപ്ലവത്തുണ്ടല്ലോ, അതൊക്കെ അവസാനിച്ചു. അവർക്ക് എങ്ങനെയും അവിടെ ഭരണം കിട്ടിയാൽ മതി എന്ന് അവർ വിചാരിക്കണേ. ഒക്കെ കണക്ക് തന്നെ. അവിടുത്തെ പാവം ജനങ്ങൾ കഷ്ടപ്പെടുക തന്നെ. ഓരോ വക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവറ്റങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് ഈ അവിടെ ആര് ഇതായാലും കഷ്ടപ്പാട് മുഴുവൻ ജനങ്ങൾക്കാണ്. കോഴിയുടെ കഥ പറഞ്ഞ മാതിരിയാണ്. വിരുന്നാരെ ആര് വന്നാലും കഷ്ടപ്പാട് വരിക കോഴിക്കുക, കോഴിയുടെ കഴുത്തല ജീവൻ പോവുക എന്ന് പറഞ്ഞ മാതിരി എന്തുണ്ടായാലും അമേരിക്ക ലാഭക്കൊതി മൂത്തിട്ട് ലാഭക്കണ്ണ് വെച്ച് മാത്രമാണ് ഈ കാര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ യുദ്ധം നടക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നടക്കും, മിണുങ്ങും, ഇറാനും മിണുങ്ങും. അവരുടെ പൈസ കംപ്ലീറ്റ് ഇനി അമേരിക്കയുടെ കയ്യിലിരിക്കും. ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇനി ഇറാൻ പറയുക ഇനി ഞങ്ങൾ ആക്രമിക്കൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടൊരു ധാരണയിലെത്തിക്കും. ഇനി ഇറാൻ്റെ എണ്ണ അത് അമേരിക്ക വിറ്റ് കാശാക്കിയിട്ട് അവിടെ നടക്കും. ഇതിപ്പോൾ ചൈനയാണ്. ഇത് ചൈനയ്ക്കുള്ള ലോക്കാണ്. ചൈനന് ശരിക്കും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എണ്ണ കൊടുക്കാണ്ട്. ഇതൊരു വേൾഡ് വാറിൽ അവസാനിക്കുക എന്നുള്ളതാണ് സംശയം. കാരണം വെച്ചാൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ റഷ്യക്ക് എണ്ണ വെക്കാൻ പറ്റില്ല, ചൈനയ്ക്ക് എണ്ണ കിട്ടാനുമില്ല, കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരും. അപ്പോൾ ഇതൊരു വേൾഡ് വാറിലേക്കുള്ള പോക്കാണോ എന്ന് ആ ലെവലിൽ നോക്കുമ്പോൾ സംശയമുണ്ട്. അതിന് അമേരിക്ക യുദ്ധം ചെയ്തിട്ട് വേണ്ട. അമേരിക്ക നോക്കിക്കുക, ഇപ്പം ഈ 1 ലിറ്റർ പെട്രോൾ അടിച്ച കണക്ക് വരെ കണക്ക് കൂട്ടിയിട്ട് ഇറാൻ്റെക്കുന്നത് മുതലാക്കി അവർ യുദ്ധം വേണ്ടാന്ന് വെച്ച് ഭംഗിയായിട്ട് പൊടി തട്ടിപ്പോവും. നഷ്ടം വരുന്നത് ഇസ്രായേലിന് തന്നെ. പക്ഷേ ഇസ്രായേലിന് ഒറ്റയ്ക്ക് നേരിട്ട് അവരടിച്ച് തീർക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇസ്രായേലിന് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഗതി എന്നും അതോ ഗതി തന്നെ.